ഞാൻ നോക്കിയപ്പോൾ നിങ്ങൾ കുറച്ചു നേരമായിട്ട് ഷൈൻ ചെയ്ത് എനിക്ക് മനസ്സിലായി. അങ്ങനെ അനുവദിക്കാൻ പാടില്ലല്ലോ അല്ലേ? അപ്പൊ നമുക്ക് ഈ വിഷുവിനെ കുറിച്ച് കുറച്ചുകൂടെ പ്രേക്ഷകരോട് പറഞ്ഞാലും. അതെ, അല്ല നമ്മുടെ ഡെസ്ക് വളരെ സജീവമായിട്ട് നിൽക്കുന്നു. എല്ലാ ആൾക്കാരും നമ്മൾ ജോലിയുടെ ഭാഗമാണ് ഇതെല്ലാം. ഇപ്പോൾ വിഷു ആണെങ്കിലും ഓണമാണെങ്കിലും ഒക്കെ നമ്മളെ ജീവിതം ഈ ന്യൂസ് ഡെസ്കിനകത്താണ്. പക്ഷെ എല്ലാവരും അവരവരുടെ പാരന്റ്സിനെ ഇപ്പോൾ വീഡിയോ കോളിലൊക്കെ വിളിക്കുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഫോണിൽ വിളിക്കുന്നു, ആശംസകൾ അറിയിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ആളുകൾക്ക് നമുക്ക് ഉച്ചയ്ക്ക് ശേഷം പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും വിഷു നമ്മൾ ഗംഭീരമാക്കുന്നു. അരുൺ എഴുപന്ന അപ്പം നമ്മൾ വിഷുവായിട്ട് കുറച്ച് ആൾക്കാരൊക്കെ വിഷു ആഘോഷിക്കാൻ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ബാക്കിയുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ഈ ഡെസ്കിലുണ്ട്. അപ്പം ഇവരുടെ ആഘോഷമൊക്കെ ഈ വാർത്തകൾക്കിടയിലാണ് ആഘോഷം. അപ്പോൾ അല്ല, ഈ വിഷുക്കണി എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വന്ന വാർത്തയായിരുന്നു ഇന്ന് അല്ലേ? അതെ അതെ. ഇന്നിപ്പം ഇവിടെ ഓരോരുത്തരുടെയും വീട്ടിൽ വിഷുക്കണി മൊബൈലിൽ വീഡിയോ കോൾ വെച്ചിട്ട് കാണിക്കുന്നുണ്ട്. ഓരോ ജോലിക്ക് ഓരോ സ്വഭാവമുണ്ട്. അല്ല എസ് കെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. പൊതുവെ കേട്ടിട്ടുണ്ട് ഈ തിരുവനന്തപുരം കൊല്ലം ഭാഗത്ത് വിഷു അത്ര കെങ്കേമമായിട്ടൊന്നും ആഘോഷിക്കാറില്ല. ഞങ്ങളുടെയൊക്കെ ആ ഒരു സൈഡ്, അത് കോട്ടയം പത്തനംതിട്ട മുതൽ അങ്ങോട്ട് എനിക്ക് നന്നായിട്ട് ആഘോഷിക്കാറുണ്ട്. വടക്കൻ കേരളത്തിലൊക്കെ വലിയ ആഘോഷമാണ്. എന്നതായി കോട്ടയത്തേക്ക് ഇങ്ങനെ കൂടുതൽ വിഷു ആഘോഷിക്കാറുണ്ട്, പക്ഷെ കൊല്ലത്ത് തീരെയില്ല എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാര്യം കൊല്ലം അതുപോലെ തിരുവനന്തപുരം, ആ തെക്കൻ തിരുവിതാംകൂർ ഭാഗത്തൊക്കെ വിഷു ആഘോഷമുണ്ട്. പക്ഷേ നമ്മൾ ഉത്തര മലബാറുമായിട്ടൊക്കെ നോക്കുമ്പോൾ അല്ലെ നോർത്ത് കേരളയായിട്ടൊക്കെ നോക്കുമ്പോൾ അത്രയും കരുത്തോടെയല്ല. അവിടെ ഓണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് കുറച്ചുകൂടെ ആഘോഷിക്കും. പക്ഷേ വിഷു അവിടെ പ്രധാനമാണ്. മാത്രമല്ല ഇപ്പം കുറച്ച് നമ്മുടെ ഈ വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഒക്കെ ഒരുപാട് കല്യാണങ്ങളൊക്കെ നടന്ന് ആകെ ജനറേഷൻ ഒരു മിക്സഡ് ആയി കഴിഞ്ഞപ്പോൾ ഇത് അങ്ങോട്ട് വിളിച്ചേക്കുന്നുണ്ട്. പ്രജീന എവിടുന്നാ കല്യാണം കഴിച്ചേ? കണ്ണൂരാ. തിരുവനന്തപുരം എന്ന് പറഞ്ഞപ്പോൾ ഒരു ആശംസ നേടണമെന്ന്. മലബാറിലെ ഇപ്പൊ നമ്മള് മലയാള മാസം പറയാം മേടമിടവം മിഥുനം എന്നാണ്. എനിക്ക് തിരുവനന്തപുരം ആ ഭാഗത്തേക്ക് ചിങ്ങം കന്നി തുലാം അങ്ങനെയാണല്ലോ തുടങ്ങുക, മലയാള മാസം തുടങ്ങുക. അപ്പൊ വർഷാരംഭം എന്ന നിലയിലാണ് അവിടെ മലബാർ. അവിടെ ഈ മലയാള വർഷം ആരംഭിക്കുന്നത് അവർ ചിങ്ങം ഒന്ന് കണക്കൂട്ടി തന്നെയായിരിക്കും. അല്ല, നമ്മൾ മലയാള മാസം പഠിക്കുന്നത് മേടമിടവം മിഥുനം കർക്കിടകം ചിങ്ങം കന്നി അങ്ങനെയാണ്. പക്ഷേ തിരുവിതാംകൂർ ഭാഗത്തേക്ക് ചിങ്ങം കന്നി തുലാം വൃശ്ചികം അങ്ങനെയാണല്ലോ. പ്രവിത, ഈ വിഷുക്കാലത്ത് വേറെ എന്തെങ്കിലും സ്പെഷ്യൽ പ്ലാൻ വല്ലതും ഉണ്ടോ? ആടുജീവിതം കാണുക അങ്ങനെയൊക്കെ എന്തെങ്കിലും? അനുവദിച്ചാൽ കാണാം. അനുവദിച്ചിരിക്കുന്നു, എങ്ങോട്ടോ പോക്കോളൂ. ഇത് കണ്ട പ്രേക്ഷകർ വലിയൊരു സംശയം തോന്നും. ഇങ്ങനെ പറഞ്ഞു നടക്കുക ആൾക്കാരൊക്കെ. ഇപ്പൊ നിങ്ങൾക്ക് അറിയുന്ന പോലെ ഒരുപക്ഷെ നമ്മുടെ ഈ വാർത്താ ചാനലിൽ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ആൾക്കാരാണ് ഉള്ളത്. ഇവിടുത്തെ താഴേക്കിടയിലുള്ള ആൾക്കാരും മേലേക്കിടയിലുള്ള ആൾക്കാരെല്ലാം ഒരേ 12 മണി ഞാൻ വായിക്കുന്നവര് കണ്ടതാണ്. ഞാനിപ്പോ വന്നു, ഇനി വൈകിട്ട് തന്നെ അവര് കാണും. അതൊക്കെ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമല്ലേ? സ്വാതന്ത്ര്യ പ്രഖ്യാപനമല്ലേ? വാർത്തകൾ ഇങ്ങനെ ഉറക്കത്തിൽ പോലും വാർത്ത വായിക്കുന്നു. ഞാൻ നേരത്തെ കാണിച്ച ഗൂഗിൾ പേ എസ്കേനെ കാണിക്കട്ടെ? വിത ചേച്ചി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് വിഷുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണം ഗൂഗിൾ കണ്ടുപിടിച്ചാൽ ബോധം കിട്ടി വീഴും. നമുക്കിനി ഒരു കാര്യം ചെയ്യാലോ. ഇനി നമ്മൾ അങ്ങോട്ടാ പോകുന്നത്. നമ്മുടെ ഡെസ്കില് ആൾക്കാർക്കൊക്കെ അവർക്ക് എന്താ പറയാനുള്ളത്? അനശ്വര, എന്തൊക്കെയാണ് വിഷു പരിപാടി? വിഷു ഇപ്രാവശ്യം നാട്ടിൽ പോയിട്ടില്ല. അല്ല, നാട്ടിൽ പോയിട്ടില്ലെന്നുള്ള പ്രശ്നം അല്ലേ? ഇനിയിപ്പോ എന്നാ പോന്നേ? അല്ല, ഏപ്രില് ഇപ്പൊ തന്നെ പോണം. എങ്ങനെയുണ്ട് വിഷു ഒക്കെ? വിഷു നന്നായിട്ട് പോകുന്നു. നന്നായിട്ട് പോകുന്നുണ്ട്. എങ്ങനെയാ ആശംസ? വിഷുവിന് ചെറിയൊരു സങ്കടം എന്താ വെച്ചാൽ ഇപ്പൊ പെരുന്നാൾ ഇപ്പൊ കഴിഞ്ഞേ ഉള്ളൂ. അടുത്ത് വന്നതാ അല്ലേ? കുറച്ച് അകറ്റണമെന്നാണോ? അടുത്ത് വന്നോണ്ടേ സ്വാഭാവികം കുറച്ച് ബിരിയാണി ഒക്കെ നമ്മൾ അപ്പുറത്ത് ദിനേശായിട്ട് വീട്ടിൽ കൊണ്ട് കൊടുത്തായിരുന്നു. അപ്പൊ അവിടുന്ന് പായസം വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കാണോ? വരും, കിട്ടില്ല ഇവിടെ ആയതുകൊണ്ട്. നന്നായി പോകുന്നു സാർ. പക്ഷെ ഇവിടെ ആരും കൈനീട്ടം തരുന്നില്ല, അതാ പ്രശ്നം. ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അതിലൊരു ത്രില്ലില്ല, കയ്യിൽ തരണല്ലോ. ഗൂഗിൾ പേ വെച്ചിട്ട് കൈനീട്ടം കൊടുക്കരുതെന്നാണ് എന്റെ അഭിപ്രായം. കാരണം നമ്മുടെ ഒരു വലിയ ഒരു സംസ്കാരത്തെ നമ്മൾ രാവിലെ ഇറങ്ങി കുറച്ച് കാശുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പൊ ഞാനല്ല, ഇപ്പം ഇത് കണ്ടോണ്ടിരിക്കുന്നവർക്കും ഒപ്പം കുട്ടികളായിട്ടുള്ളവർക്കൊക്കെ ആകർഷണം. അതിപ്പോ വലിയവർക്കാണെങ്കിലും ചെറിയവർക്കാണെങ്കിലും എല്ലാം ആകർഷണം വിഷു കൈനീട്ടം തന്നെയാണ്. വിഷുവിന്റെ കണി കണ്ടു കഴിഞ്ഞാൽ വിഷു കൈനീട്ടം കിട്ടണം. ഞങ്ങൾക്കൊക്കെ അങ്ങനെ കണി കണ്ട ആദ്യം വിഷു കൈനീട്ടം തരും. അങ്ങനെയാണ്. നേരത്തെ വിഷുവിനെ കുറിച്ച് പറയുമെന്ന് പറഞ്ഞപ്പോ ഇത്രയും സമയമായിട്ട് നിങ്ങളൊക്കെ ഈ ഗൂഗിൾ പേ വഴി വിഷു കൈനീട്ടം വാങ്ങിക്കാൻ തയ്യാറുള്ളവരാണോ? വീണയ്ക്ക് എങ്ങനെയാണ്? കൈനീട്ടം എങ്ങനെ കിട്ടിയാലും കുഴപ്പമില്ല. മേരി ചാക്കോയ്ക്കോ? കൈ കിട്ടുന്നതായിരിക്കും സാർ നല്ലത്. അപ്പൊ ഒരു കാര്യം, നിങ്ങൾക്ക് ഒരു 4 കോടി രൂപ കൈ തരാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് വിഷു കൈനീട്ടമായിട്ട്. അപ്പൊ ഇനി എങ്ങോട്ടാ പ്രജി നമ്മൾ പോകുന്നത്?
എസ് അല്ല കെ ഇനി വേണമെങ്കിൽ നമുക്ക് ഇവരുടെ പ്രവീതി ഒന്നും പാട്ടൊന്നും പാടിയില്ല ഇന്നത്തെ വിഷുദിനത്തിൽ വേണമെങ്കിൽ പ്രവീതിയുടെ അപ്പൊ പ്രവീത, പാട്ട് പാടിക്കോളൂ. വേണമെങ്കിൽ എസ് കെ എനിക്കിപ്പം വിഷു എന്ന് പറയുമ്പോ ആദ്യം തന്നെ ഓർമ്മ വരുന്ന ആ പണത്തിന്റെ കണി കാര്യം അല്ല അത് കഴിഞ്ഞിട്ട് ഓർമ്മ വരുന്നത് കണി കാണും നേരം എന്ന് പറയുന്ന പാട്ടാണ്. കണി കാണും നേരം കമല നേത്രന്റെ നിറമേലും മഞ്ഞത്തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനേ.